ഒരു മാറ്റവും ഇല്ലല്ലോ. അതെ, നടന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞാലോ? അതാണ് സേഫ്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞാൽ ഞാനിവിടെ സംസാരിക്കായിരുന്നു. നീ ഒന്നുമില്ല, നീ പഠിച്ചോ. 10 അല്ലേ, പഠിക്കും, നന്നായിട്ട് പഠിക്കട്ടോ. ഓക്കെ. ആ അച്ഛേ, അച്ഛ പറഞ്ഞ പോയാ ഒരു തീറ്റി റെഡി ആയിട്ടുണ്ടെന്നു പോയേക്കാം. നീ പോയാ ശരിയാവൂല. എന്താ ഞാൻ പോയാൽ ശരിയാവത്തെ? ഞാൻ പോയാലേ ശരിയാവത്തുള്ളൂ. ഇല്ല അച്ഛാ, കേശു വരുന്നില്ല. നീ വേണം മക്കളെ, നമുക്ക് പോടാം. വന്നാ എന്ത് വരണ്ടായിരുന്ന? അല്ല, എവിടെയോ പോണോന്ന് പറഞ്ഞല്ലോ. രാവിലെ പോണോന്ന് പറഞ്ഞത് ഇവിടെ മുങ്ങിയതാണല്ലോ. ഇപ്പോഴാണോ വരണേ? എടി എന്റെ സൂപ്പർവൈസിംഗില്ലേ, എന്റെ മേൽനോട്ടത്തിൽ ഞാൻ പണിത വീടില്ലേ, എന്റെ പാതി വെച്ചായിരുന്നു. ആളുകാർ താമസമായി. എന്റെ ഹൗസ് ഓണർ എന്നെ അന്വേഷിക്കും. നിങ്ങള് സൂപ്പർവൈസിംഗിൽ പണിത വീടല്ലേ? അതെ, സൂപ്പർവൈസർ പണിത വീടാണ്. ഹൗസ് ഓണർ അന്വേഷിക്കുന്നുണ്ടല്ലേ? അന്വേഷിക്കുന്നു. അന്വേഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അന്വേഷിക്കുന്ന അല്പമുള്ളടി. എന്ത് വീടിന് ചോർച്ച തുടങ്ങിയ? അതെ, ചോർച്ച തുടങ്ങി. ഈ പാടി ഈ അസൂയ പിടിച്ചവളെ പിടിച്ച് പാറോടെ തന്നെ കേൾച്ചു പാടാം, നമുക്ക് പോകാം. ഇവനെ പോവാ. ഇടി നമ്മളെ വീട് വെച്ച ഹൗസ് ഓണർ അല്ലേ? ആ, അപ്പൊ പണിക്കാർക്കും സൂപ്പർവൈസറായ എനിക്കും ഒരു പാർട്ടി തരണം. അതുകൊണ്ട് നമ്മൾ എന്നോട് പോവേ. പാർട്ടി എന്ന് പറഞ്ഞ് വിളിച്ചിട്ടേ അവിടെ കെട്ടിട്ട് തല്ലാനായിരിക്കുള്ളൂ. ആയിരിക്കും. അതുകൊണ്ട് ഇവനെ കൊണ്ട് പോകുന്നുണ്ട്. കേശുവേ, നിനക്ക് പൊതിരെ തല്ല് കിട്ടും. വെറുതെ പോയി തല്ല് വാങ്ങണ്ട. അതെ, എന്നെയാണ് വിളിച്ചത്. എന്നെ പോലെ തല്ല് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കറിയാം. അച്ഛാ, അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛ, ഇവനെ കൊണ്ടുപോണ്ടച്ചാ. ആര് പറഞ്ഞ കൊണ്ടുപോണ്ടെന്ന്? അത് നിങ്ങൾ പോയിട്ടുവാ. അല്ല, നിനക്ക് എന്തോന്ന്? ഞാൻ തമാശക്ക് പറഞ്ഞതാ. നിങ്ങൾ അച്ഛനും തമാശക്ക് മറുപടി തന്ന്. അത് നീ കയറി എന്തിനാ പിടിക്കണേല്? പിന്നെ കൊള്ളാലോ. രാവിലെ വഴക്കുണ്ടാക്ക ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അതിലൊക്കെ കയറി പിന്നെ പോയിട്ട് വാ. ഫുഡ് കഴിച്ചോടാ. നീ കൊള്ളാട്ടാ. എന്താണ്? അല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ കുടുംബാലം ഉണ്ടാക്കാൻ നോക്കണ്. ഇങ്ങനെയല്ലേ പിള്ളേരുടെ അടുത്ത് കാണിക്കണേ? ഇത് മഞ്ഞില് മാത്രം ചോക്കുന്ന ഒരു സംഭവ. ചുമ്മാ തള്ളല്ലേ പപ്പ. സത്യായിട്ടുണ്ട്. എവിടേക്ക് ഈ വീട്ടിൽ പുതിയ താമസക്കാർ ബാലു, ഉണ്ണിക്കുട്ടൻ എന്താ പറയുന്നേ? ഉണ്ണിക്കുട്ടനെ നിനക്കെന്ത്? ഇവര് നിന്നെ ഉണ്ണിക്കുട്ടാന്നല്ലേ വിളിക്കുന്നത്? ബാലുവച്ചനെ? ഇത് നമ്മുടെ ചേച്ചിയുടെ കൂട്ടുകാരിയല്ലേ? ചേച്ചി എന്തിവിടെ? കൂട്ടുകാരിയാ? ഓ, നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. റെഡി ആയില്ല. ഉണ്ണിക്കുട്ടാ, എന്ത് പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. അല്ല, അങ്കിളിന്റെ പേരെന്തരാണ്? കുറെ നേരമായിട്ട് പരസ്പര ബന്ധമല്ല സംസാരിക്കണല്ല. ഇവിടെ ആരെയോ നിനക്ക് അറിഞ്ഞൂടാ? ആരൊക്കെയാണെന്ന് അറിഞ്ഞൂടാ. പരിചയപ്പെടുത്താല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ആരൊക്കെയെന്ന്. ഉണ്ണിക്കുട്ടാ, ഞങ്ങൾ ആരെ അറിയില്ല. ഇല്ലെന്ന്. ഈ ചേച്ചി അറിയാം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ലച്ചേച്ചിയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇല്ലേ ചേച്ചി? ലച്ചുവിന്റെ കൂട്ടുകാരിയാ? കൊച്ച, നീ എന്റെ മരുമോളല്ലേ? മരുമോളാ? ഇതെന്റെ മരുമോളാണെന്നും ഇത് രണ്ടുപേരും എവിടെ അച്ഛനും പപ്പയും മമ്മിയാണെന്നൊക്കെ അറിഞ്ഞൂടാ? ഇല്ല. അറിഞ്ഞൂടാ? ഇല്ലെന്ന്. ബാലു, ഒരു മിനിറ്റ്. ഉണ്ണിക്കുട്ട, അല്ല കേശു, ഇതേതാ കൊല്ലം? 2022. കഴിഞ്ഞ വർഷം 2020. നിനക്ക് എന്തൊരു ചോദ്യം വെച്ചാ? ഒരു വർഷം പറയണോ പോണത്? അപ്പൊ ഇത് 2022 അല്ലേ? ഇല്ലടാ, 1947. ഇന്നലെ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് നാട് വിട്ടതേ ഉള്ളൂ. ബാലു, ഒന്ന് കൂളാവ്. കേശു, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ല്. 10ല്? അത് കഴിഞ്ഞ വർഷമാണ് പഠിച്ചത്. എന്റെ അച്ഛൻ അത് 9ല്. അച്ഛൻ എന്താ കുഴപ്പം? അച്ഛന് വയ്യേ. കേശുവിന്റെ മെമ്മറി 1 ഇയർ ബാക്ക് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കേശു, നിനക്ക് എന്തിനാ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. അച്ഛൻ എന്തിനാ പറ്റിയത്? ഇപ്പൊ എനിക്കാണ് പറ്റിയത്. ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണം. റാം, അവിടേക്ക് എല്ലാം അറിയാന്ന് കൊടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. അവനോട് ചോദിക്കണേ. സത്യം പാടി, ഉണ്ണിക്കുട്ടൻ എന്താ പറ്റിയ? സത്യം വേണം. എനിക്കറിയാൻ പാടില്ല. കണ്ടോ, ഇവിടെ വാങ്ങാൻ എടുത്ത കള്ളേ പറയുള്ളൂ, കള്ളി. പിന്നെ എന്ത് വേണം? അവൻ തമ്പിയുടെ ഫ്രണ്ടാണോ നീ എന്ന് പറയുമ്പോ നീ മിണ്ടാണ്ടിരുന്നത് എന്തുകൊണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല? പറ. ആഹാ, അപ്പൊ തമ്പി അപ്പൂപ്പന്റെ ഫ്രണ്ടാണോ ചേച്ചി? ചുമ്മാ ചോദിച്ചു മനസ്സിലാക്കട്ടെ. കൊച്ച പറ, എന്താണ്? നീലമ്മ പുറത്തു പോയില്ലേ? ഞങ്ങളെ വീടൊക്കെ ഏൽപ്പിച്ചിട്ടാ പോയേ. അപ്പൊ ലച്ചുവും ശിവയും ഞാനും കൂടെ ചെറുതായിട്ടൊരു അടി ഉണ്ടായി. അതിന്റെ നടുക്കൊന്ന് പെട്ടുപോയി. അടിച്ച് പഞ്ചറാക്കി. ഒന്ന് മൊത്തം കേക്ക് അവസ്ഥയിലാക്കി. അല്ല, ഇവര് ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ തമ്മിലെ വഴക്കുണ്ടായേ. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവൻ അവിടെ കിടന്ന് എന്തൊക്കെയോ ഗോസ്റ്റ് കാണിച്ച് അവിടെ കിടന്ന പാത്രമൊക്കെ എടുത്ത് തലക്കടിച്ച്. ഇപ്പൊ പിന്നെ ബോധം പോയി.
ബോധം പോയിട്ട് ഞങ്ങൾ പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തപ്പോഴാണ് ഇവന് ബോധം വന്നത്. അപ്പൊ അവൻ ഒരു വർഷത്തെ മെമ്മറി അങ്ങ് പോയി ഒറ്റടിക്ക്. എന്തിന്റെ കൊച്ചു ഞങ്ങളുടെ പറയാത്തത്? ഇത്രയും പ്രശ്നമാണെന്ന് വിചാരിച്ചില്ല ബാലേച്ച. ഇവനൊന്ന് കിടന്നുറങ്ങി എണീക്കുമ്പോ അങ്ങ് നേരാവെന്ന് വിചാരിച്ച്. അപ്പൊ ഉറങ്ങി എണീറ്റപ്പോഴും ശരിയായില്ലേ? നീ ഇവനൊന്നും ഉറങ്ങണ്ടേ? അപ്പൊ എന്റെ വീട്ടിൽ 2 മക്കൾക്ക് കാര്യം അറിയാല്ലേ? ആ അതാണ് വരാൻ നേരത്ത് പറഞ്ഞത് കൊണ്ടുപോണ്ടാന്ന്. ബാലുവേ, തൽക്കാലം ഉണ്ണിക്കുട്ടനെ വീട്ടിൽ കൊണ്ടിരുത്ത്. ഞാൻ ഡോക്ടറായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് അയാൾ എന്താ പറയണമെന്ന് നോക്കട്ടെ. ഞാൻ പിന്നെ വിവരം വിളിച്ചറിയിക്കണേ. വിളിച്ചറിയിക്കല്ല, ഞങ്ങൾ അങ്ങോട്ട് വരും. ശരി, മരുമോള് പറഞ്ഞില്ലേ? ചെടിയുടെ കുറച്ച് കാര്യം എനിക്ക് രണ്ടുപേരും ഒന്ന് കാണാറുണ്ട്. ഓ കേട്ടാ? അല്ല അച്ഛാ, അപ്പൊ ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഇതിന് മാത്രം മറവിയൊന്നും ഇല്ലല്ലോ ഭഗവാൻ.